കോട്ട ആര് സമ്മതിച്ചു? ശ്രീധരൻ മുതലാളി. അപ്പോൾ നീ വണ്ടർഫുൾ. വിജയൻ അറിയാമോ ഇന്ന് നാം നേടിയ രത്നത്തിന് എന്ത് വില വരുമെന്ന്? 50 ലക്ഷത്തിൽ പരം രൂപ. അറിയാം. അത് മാത്രവുമല്ല, ഇതിവിടെ എത്തിക്കാൻ നിങ്ങൾ കാണിച്ച തന്ത്രവും എനിക്ക്. തന്ത്രം? അതെ, നൂല് കെട്ടി മലയെ വലിക്കാൻ ശ്രമിക്കായിരുന്നില്ലേ നിങ്ങൾ? നീ എന്തർത്ഥത്തിലാണ് സംസാരിക്കുന്നത്? ശ്രീധരൻ ഏർപ്പെടുത്തിയൊരു കള്ളക്കടത്തല്ലേ നിങ്ങൾ എന്നെ കൊണ്ട് നിങ്ങളുടേതാക്കിയത്? വിജയൻ, ഇതെല്ലാം നമ്മുടെ ബിസിനസ്സിലെ ഒരു സാധാരണ സംഭവമാണ്. ബുദ്ധിയും ധൈര്യവുമാണ് ഇതിന്റെ മുതൽ മുടക്ക്. അതുള്ളവർക്കാണ് അന്തിമ വിജയവും. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഈ പെട്ടി ഇവൻ നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്നത്. ഇതാ 10,000 രൂപയുണ്ട്. എന്തിനാ ഇത്? 1 മാസത്തെ ശമ്പളം മുൻകൂട്ടി. 50 ലക്ഷം നേടിത്തന്നിട്ട് 10,000 രൂപയോ? കൊള്ളാം. എന്റെ ജീവൻ കൊണ്ട് പന്താടിയിട്ട് അങ്ങനെ ആരും സൂഹിക്കണ്ട. എനിക്കിതിന്റെ നേരെ പകുതി കിട്ടണം. നീ കണക്ക് പറയുന്നു എന്ന് തന്നെ കരുതിക്കൊള്ളൂ. പറ്റില്ലെങ്കിൽ പറയൂ. ഞാൻ കൊണ്ടുവന്ന സാധനം അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ ഏൽപ്പിച്ചേക്കാം. എന്തു പറയുന്നു? ഒരു പൈസ കൂടുതൽ തരാൻ സാധ്യമല്ല. ജീവൻ വേണമെങ്കിൽ എന്റെ ജീവന് 10,000 രൂപ വിലയുള്ളെങ്കിൽ എനിക്കത് വേണമെന്നില്ല. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും. പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നാൽ പൊന്മുട്ടയുമില്ല, താറാവുമില്ല. നിങ്ങൾ ബുദ്ധിമാനാണെന്നാണ് എന്റെ വിശ്വാസം. എന്തു പറയുന്നു? ഇതിന്റെ നേർപകുതി എനിക്ക് തരുന്നോ, അതോ ഞാൻ ഇതിന്റെ ശരിയായിട്ടുള്ള ഉടമസ്ഥനെ ഏൽപ്പിക്കണം? വിജയൻ, ഞാൻ നിന്നെ പരീക്ഷിക്കുകയായിരുന്നു. ഇന്നു മുതൽ നമ്മുടെ എല്ലാ ബിസിനസ്സിലും 50-50. എന്തൊരു നീയൊക്കെ ആണുങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നു? കേവലം ഒറ്റ ഒരുത്തനെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിവില്ലാത്ത നീയൊക്കെയാണ് എന്റെ അനുയായികളെന്ന് പറഞ്ഞ് നടക്കുന്നത്. ലജ്ജയാകുന്നു. എന്നെ തോൽപ്പിക്കാൻ വളരെ കാലമായി വിക്രമൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിനുള്ള ധൈര്യമില്ലായിരുന്നു മാത്രം. ഇപ്പോൾ ഈ ധൈര്യമുണ്ടായതിന്റെ പിന്നിൽ മറ്റൊരു ശക്തിയുടെ പിൻബലമുണ്ട് സർ. ഏത് ശക്തി? വിജയൻ എന്നൊരു ചെറുപ്പം. വിജയൻ? പാവം. കളിച്ച് ശ്രീധരനോടാണെന്ന് അവൻ അറിഞ്ഞിരിക്കയില്ല. നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഇത്രയധികം രൂപ? അതെല്ലാം പറയാം. അമ്മാവൻ ആശുപത്രി പോകാൻ തയ്യാറാകും. ഇടാ സത്യം പറ, നീ മോഷ്ടിച്ചോ? അല്ല, ജോലി തന്നെ ഉണ്ടാക്കിയതാണ്. ജോലി ചെയ്തുണ്ടാക്കിയോ? ഇത്രയധികം പണം ഇത്ര പെട്ടെന്ന് എന്ത് ജോലിയാടാ ചെയ്തത്? അമ്മാവൻ സമയം കളയാതെ ഓമനയെ. എടാ, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ അക്രമികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി അല്ലൽ എന്താണെന്ന് അറിയിക്കാതെ നിന്നെയൊക്കെ വളർത്തിയത് ഇതിനല്ലായിരുന്നടാ. സത്യം പറയടാ, ഈ രൂപ എവിടെ നിന്ന് കിട്ടി? സത്യസന്ധമായി ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് വിധിയില്ല ബാബ. നിന്റെ അച്ഛനും അമ്മയും ഇതുപോലെ ചിന്തിച്ചിരുന്നെങ്കിൽ നല്ല പ്രായത്തിൽ അവർ കൊല്ലപ്പെടുകയില്ലായിരുന്നടാ പോലെ. ഈ പണം കൊണ്ട് എന്റെ
ഓമന രക്ഷപ്പെടുന്നതിനേക്കാൾ അവൾ മരിക്കുന്നതാണ് എനിക്ക് സന്തോഷം. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചോ അവിടെ കൊണ്ട് കൊടുത്തേക്ക്. തിരിച്ചു കൊടുക്കാവുന്നിടത്തുനല്ല ഇത് വാങ്ങിയത്. എങ്കിൽ ഈ പണവും അതുണ്ടാക്കിയവനും ഇനി ഈ വീട്ടിൽ കാണാൻ പാടില്ല. കടക്കു പുറത്ത്. പരമുകളുടെ മകൾ പനി പിടിച്ച് ചത്തുപോയാൽ പരമുകളിലേക്കേ ദുഃഖമുള്ളൂ. തെമ്മാടികൾ കൊന്നുകളഞ്ഞ് രാജവർമ്മ സാറിന്റെ മകൻ തെമ്മാടിയായി പോയാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് എന്നോട് പൊറുക്കയില്ല. ഈ പണവുമായിട്ട് കടക്കു പുറത്ത്. ഇറങ്ങുന്നു അമ്മാവ. ഈ കുടിലിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ഞാൻ ചെയ്തത്. ഈ പണം സ്വീകരിക്കാൻ പ്രയാസമാണെങ്കിൽ തീയിലിട്ട് കരിച്ചു കളയൂ. അതിനോടൊപ്പം എന്റെ ഹൃദയത്തിന്റെ നല്ലൊരു ഓഹരിയും ഉണ്ടായിരിക്കും. എന്റെ ഓമനയുടെ ശവദാഹത്തിന് പോലും ഈ പണം വേണ്ട. ഇത് തീരുമാനമാണോ? അതെ. പശ്ചാത്തപിക്കാൻ ഇടവരരുത്. ഒരിക്കലുമില്ല. രേവതി, നമുക്ക് പോകാം. അവളെ എവിടെ കൊണ്ടുപോകുന്നു? ഞാൻ കാരണം അമ്മാവൻ ചീത്തപ്പേരുണ്ടായെന്നാണ് അമ്മാവൻ പറയുന്നത്. എന്റെ അനുജത്തി മൂലം അമ്മാവൻ ചീത്തപ്പേരുണ്ടാകരുത്. വരൂ, നമുക്ക് പോകാം. രേവതി, നിനക്ക് അമ്മാവന് വേണോ ചേട്ടന് വേണോ? തീരുമാനിക്കൂ. പോയിട്ട് വാ മോളെ. നിന്റെ സ്വന്തം ചേട്ടനാണ് വിളിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ആരുമല്ല. പോ. അമ്മാവ, ആട്ടും തോലിട്ട് ചെന്നായ്ക്കളെ ജീവിക്കണമെങ്കിൽ ആട്ടുംകുട്ടികളും ചെന്നായുടെ തോലിടണം. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ ഹൃദയത്തിലെന്നും അമ്മാവനുണ്ടായിരിക്കും. വരൂ. രേവതി ഇന്ന് വരെ എന്നെ പിരിഞ്ഞു കഴിഞ്ഞിട്ടില്ല. എന്റെ എല്ലാം ഇവളാണ്. അവക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. മിസ്റ്റർ വിജയൻ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ ഹോസ്റ്റൽ സ്വന്തം വീട് പോലെ കരുതിയാൽ മതി. ഇവിടെ താമസിക്കുന്ന കുട്ടികളെയൊക്കെ എന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് ഞാൻ കരുതുന്നത്. രേവതി, ശ്രദ്ധിച്ചു പഠിക്കണം. പിന്നെ ഇത് നാട്ടുംപുറമല്ല, നഗരമാണ്. എല്ലാം സൂക്ഷിക്കേണ്ടത് നീയാണ്. ചേട്ടൻ എന്നും വരുമോ? വിഷമിക്കാതെ. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും മാറ്റിനോട് പറഞ്ഞാൽ മതി. പിന്നെ കൂടെ ഞാൻ നിന്നെ വന്ന് കണ്ടുകൊള്ളാം. ഇത് കൈവച്ചുള്ളൂ. അപ്പോൾ മാറ്റൻ, ഞാൻ വരട്ടെ.